ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പൊ മക്കളെ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? നമ്മൾ ടൈപ്പ് ഏജന്റ്സ് ഓഫ് പോളിനേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അല്ലെ, നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു. ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് മുന്നേ മക്കളെ, നമുക്ക് ആദ്യം അറിയാം, നമ്മളെ ഇനി ഫെർട്ടിലൈസേഷൻ എത്തുമ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു ടേം ആണ് എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒവ്യൂളുടെ ഫോർമേഷന്റെ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ആന്റിപോഡൽ സെൽസും അതേപോലെ തന്നെ സൈനോജിഡ്സും ഒരു എക്സലും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമ്മളെ എന്താണ് നമ്മുടെ മെയിൽ ഗാമേറ്റ് എന്താ പറയുക ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരാള് ആദ്യം എവിടെ പോകും? ഒരു സെല്ലിലേക്ക് പോകും, മറ്റേ ആള് അടുത്ത സെല്ലിലേക്ക് പോകും. അപ്പൊ ഈ ഒരു ഫ്യൂഷൻ നടക്കുമ്പോൾ എന്തായിട്ട് മാറും? നമ്മൾ എന്ത് ഫ്യൂഷൻ എന്ന് പറയും? അത് രണ്ട് ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ആ ഫ്യൂഷന് എന്തായിട്ട് പറയാം? നമ്മളെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നല്ലേ പറയാ. അപ്പൊ നമുക്ക് അത് മുതൽ തുടങ്ങിയിട്ട് നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കൊണ്ട് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഫോം ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഫോം ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളെ. അപ്പൊ ശ്രദ്ധിച്ചോ, we are going to learn about double fertilization. നമുക്ക് അറിയാം എങ്ങനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. റെഡി? എങ്ങനെയൊക്കെ മക്കളെ? ഇതാണ് നമ്മുടെ ജനറേറ്റിംഗ് എന്താ പറയാ ഡീജനറേറ്റിംഗ് സൈനോജിഡ്സ് കാണാം, നിങ്ങൾക്ക് സൈഗോട്ട് കാണാം, പ്രൈമറി എൻഡോസ്പേം സെൽ PEC. റെഡി? അപ്പൊ ഇത് എങ്ങനെയാണ് നടക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. എങ്ങനെയൊക്കെ മക്കളെ? ദ പോളൻ ട്യൂബ് റിലീസസ് എന്താണ്? രണ്ട് മെയിൽ ഗാമേറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ മക്കളെ? രണ്ട് മെയിൽ ഗാമേറ്റിനെ പോളൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻടു എവിടെയാണ്? സൈറ്റോപ്ലാസം ഓഫ് ദി സൈനോജിഡ്സിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തി. ക്ലിയർ? അപ്പോ അവിടെ നിന്ന് നോക്ക്, പോളൻ ട്യൂബ് ഇൻടു സൈനോജിഡ്സ്, അവിടുന്ന് സിംഗമി അഥവാ നോക്ക് എന്താ നടക്കുന്നത് നോക്കാം നമുക്ക്. ദ പോളൻ ട്യൂബ് റിലീസസ് ടു മെയിൽ ഗാമേറ്റ്സ് ഇൻടു ദ സൈറ്റോപ്ലാസം ഓഫ് സൈനോജിഡ്സ് നമ്മൾ കണ്ടു. ഇനി ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോർമേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. സൈഗോട്ട് അതായത് ഒന്നായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ എന്തായിട്ട് സൈഗോട്ട് ഡെവലപ്സ് ഇൻടു ആൻ എംബ്രിയോ ആൻഡ് ഒരു മെയിൽ ഗാമേറ്റ് ഒരാളായിട്ട് ഫ്യൂസ് ചെയ്ത്. ഇനി അതർ മെയിൽ ഗാമേറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ ടു പോളാർ ന്യൂക്ലിയൈ, നടുക്കിലെ പോളാർ ന്യൂക്ലിയയിലേക്ക് വന്നു. അപ്പടാ എന്താ സംഭവിക്കുന്നത്? ഒരാൾ നമ്മുടെ സൈനോജിഡ്സിന്റെ ഏരിയയിൽ ഇവിടെ ഫ്യൂസ് ചെയ്തു, ഒരു മെയിൽ ഗാമേറ്റ് ഇവിടെ വന്ന് ഫ്യൂസ് ചെയ്തു. അടുത്തത് എവിടെയാണ്? പോളാർ ന്യൂക്ലിയയിലേക്ക് വന്നിട്ടാണ് അവിടെ ഫ്യൂസ് ചെയ്തത്. സോ വാട്ട് ഹാപ്പൻ? എന്താണ് സംഭവിക്കുന്നത് മക്കളെ? ശ്രദ്ധിച്ചോ, ദ അതർ മെയിൽ മൂവ്സ് ടുവേർഡ്സ് ടു പോളാർ ന്യൂക്ലിയൈ. അപ്പൊ രണ്ട് പോളാർ ന്യൂക്ലിയൈ അവിടെ ഉണ്ട്. റെഡി അല്ലേ? രണ്ട് പോളാർ ന്യൂക്ലിയൈ അവിടെ സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. രണ്ട് പോളാർ ന്യൂക്ലിയൈ അവിടെ ഉണ്ട്. റെഡി? ആൻഡ് നോക്ക്, then located in the central ആണെന്ന് നമുക്കറിയാം. ഫ്യൂസസ് വിത്ത് ദം ടു പ്രൊഡ്യൂസ്, അത് ഫ്യൂസ് ആയി. അപ്പൊ എന്താ മക്കൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഫ്യൂസ് ആയിട്ട് അവിടെ എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിച്ചോ, അവിടെ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താവും? അത് ട്രിപ്ലോയിഡ് ആവില്ലേ? ആ കണ്ടീഷൻ PEN. ദിസ് സെൻട്രൽ ഫോംസ് എന്താണ്? പ്രൈമറി എൻഡോസ്പോം സെൽ ആൻഡ് ഡെവലപ്സ് ഇൻടു, അത് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്? എൻഡോസ്പോം ആയിട്ട് മാറുന്നത്. ഇവിടെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നൊരു പ്രോസസ് ഇവിടെ നമ്മൾ കാണുന്നത്. ക്ലിയർ? ഫ്യൂഷൻ. റെഡി അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ ക്ലിയർ ആയിട്ട് വെക്കണം. റെഡി? അപ്പൊ എന്താണ് ഫസ്റ്റ് നടന്നത്? നമ്മുടെ പോളൻ ട്യൂബിൽ നിന്ന് സൈനോജിഡ്സ് പോളൻസ് എന്ന് പറയുന്ന ഗാമീറ്റ്സ് റിലീസ് ചെയ്തു. റെഡി? അത് നേരെ സൈനോജിഡ്സുമായിട്ട് പോയി അവിടെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. എവിടെയൊക്കെ ആയിട്ടാണ്? സൈനോജിഡ്സിന്റെ അവിടെയും പിന്നെ പോളാർ ന്യൂക്ലിയയും. അപ്പൊ അവിടെ സിംഗമി നടക്കുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. അത് നമ്മൾ ടോട്ടലി പറഞ്ഞത്. റെഡി? പിന്നീട് താഴെ നമ്മളെ പോളാർ ന്യൂക്ലിയൻ അവിടെ പോയിട്ട് എന്ത് നടക്കുന്നുണ്ട്? ട്രിപ്പിൾ ഫ്യൂഷൻ ആയിട്ടും അത് ഫോം ചെയ്യുന്നുണ്ട്. റെഡി? 3 ഹാപ്ലോയിഡ്, അത് ട്രിപ്ലോയിഡ് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ മക്കളെ? ഡബിൾ ഫെർട്ടിലൈസേഷൻ മെയിൻ ആയിട്ട് നമുക്ക് പിക്ചറൈസ് ചെയ്ത് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെ എന്താണെന്ന് നോക്കാം. നമുക്ക് ആന്റിപോഡൽ സെൽസിൽ നമ്മൾ സൈനോജിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചു വരികയാണ്. റെഡി? ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ പോളാർ ന്യൂക്ലിയൈ ഉണ്ട്. റെഡി? റിലീസ് ഓഫ് സ്പേം സെൽസ് അങ്ങനെ നമ്മൾ റിലീസ് ചെയ്തു. രണ്ടാൾക്കാരുടെ എങ്ങനെ പോയി? രണ്ടാൾക്കാരോട് ഉണ്ട്. ഒരാള് നേരെ ഇവിടെ വന്നു, അടുത്തയാള് നേരെ മുകളിലോട്ടേക്ക് വന്നു. ഓക്കെ, നമ്മുടെ സൈനോജിഡ്സിന്റെ ഭാഗത്തേക്ക് ഒരാൾ, പിന്നെ എക്സെലിന്റെ ഭാഗത്തേക്ക്. എക്സെൽ ഇവിടെ ആണെങ്കിൽ ഇവിടത്തേക്ക് വരും കേട്ടോ. ഇനി ഇവിടെ മൂവ്മെന്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എവിടെയാണ് എക്സെൽ ഉള്ളത് അവിടത്തേക്ക് പോകും. റെഡി? ഇനി അവിടെ നോക്ക്, നമ്മളെ എൻഡോസ്പേം 3N കണ്ടീഷൻ ആയിട്ട് മാറി. പിന്നെയോ ഇവിടെ ഒരു സൈഗോട്ടും ഫോം ചെയ്തു. അതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ എന്താ പറയുക 3N ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആണ് അവിടെ നടക്കുകയും ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ 2N അവിടെ 3N കണ്ടീഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേടാ? മനസ്സിലായോ? റെഡി അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മൈൻഡിൽ വെക്കണം. ക്ലിയർ? റെഡി അല്ലേ?
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സെറ്റ്. ഇനി നോക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ? നമ്മൾ ആദ്യം പ്രീ ഫെർട്ടിലൈസേഷന്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ സ്റ്റേമെൻസിന്റെ സ്ട്രക്ചർ പറഞ്ഞു, ഗൈനീഷ്യത്തെ കുറിച്ച് പറഞ്ഞു, പോളിനേഷൻ നടക്കുന്ന ഏജൻസ്, പോളിനേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ മക്കളെ, സ്ട്രക്ചർ ഓഫ് കാര്യങ്ങളൊക്കെ. ഇനി നമ്മള് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടന്നു, നമ്മൾ നേരത്തെ കണ്ട ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിംഗമി, അതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോസ്റ്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വാട്ട്സ് ഹാപ്പനിങ്, ലെറ്റ്സ് സീ മക്കളെ. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നോക്കാം. ആഫ്റ്റർ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഓഫ് endosperm and embryo development, maturation of ovule into seed and ovary into fruits are collectively termed as എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. എന്തൊക്കെയാണ് മക്കളെ? എൻഡോസ്പെർമിന്റെയും എംബ്രിയോന്റെയും ഡെവലപ്മെന്റ്, എൻഡോസ്പെർമിന്റെയും അതേപോലെ എംബ്രിയോന്റെയും ഡെവലപ്മെന്റ്, റെഡി ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ മെച്ചുറേഷൻ ഓഫ് ഒവ്യൂൾ, മെച്ചുറേഷൻ ഓഫ് എന്താണ്? മെച്ചുറേഷൻ ഓഫ് ഒവ്യൂൾ into എന്താണെടാ? സീഡ്സ്. മെച്ചുറേഷൻ ഓഫ് ഒവ്യൂൾ ഇൻടു സീഡ്സ്. റെഡി. മെച്ചുറേഷൻ ഓഫ് ഒവ്യൂൾ ഇൻടു സീഡ്സ്. റെഡി. ഇനിയോ, അതായത് നമ്മളെ ഒവ്യൂള് നേരെ സീഡിലേക്ക് പോകുന്ന പ്രോസസ്സ്. ഇനി നോക്ക്, അതേപോലെ തന്നെ ഓവറി എന്തായിരിക്കും മക്കളെ? ഓവറി ഫ്രൂട്ടിലേക്ക്. ഈ ഒരു മെക്കാനിസം നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. കണ്ടോ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ക്ലിയർ? റെഡി. ഇനി എൻഡോസ്പെർം ഡെവലപ്മെന്റ് ഉണ്ടാവും, എംബ്രോജനി ഉണ്ടാവും, സീഡ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട്. റെഡി. സീഡ് ഫോർമേഷൻ നിങ്ങളുടെ കോൺസെപ്റ്റിൽ നിങ്ങൾ സിലബസിൽ ഇത്ര ഇല്ല, പക്ഷെ എന്നാൽ നമുക്ക് പറഞ്ഞു പോവാം. ശരിയില്ല. റെഡി. ഇനി നോക്കണം എൻഡോസ്പെർമിന്റെ കേസ്. എൻഡോസ്പെർം ഡെവലപ്മെന്റ്, എൻഡോസ്പെർമിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാ? പ്രൈമറി എൻഡോസ്പെർം സെൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രിപ്പിൾ ഫ്യൂഷൻ ഓർമ്മയില്ലേ? നമ്മുടെ പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂഷൻ നടന്നിട്ട് 3N ആയിട്ട് മാറിയത്. ക്ലിയർ? അത് മനസ്സിലാക്കുക. എൻഡോസ്പെർം എങ്ങനെയാണ്? സെൽസ് ഫിൽഡ് വിത്ത് റിസർവ്ഡ് മെറ്റീരിയൽ ആണ് മക്കളെ. ഈ എൻഡോസ്പെർം എന്ന് പറയുമ്പോൾ അതിന് ഫില്ല് ചെയ്ത് എന്താണ്? റിസർവ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യപ്പെട്ടത്. ക്ലിയർ? മെയിൻ സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ഫോർ ദ എംബ്രിയോ, അതാണ് എന്ത്? എംബ്രിയോന്. അതായത് നമ്മുടെ എൻഡോസ്പെർമിലെ കുറെ റിസർവ് ഫുഡ് മെറ്റീരിയൽ, റിസർവ് മെറ്റീരിയൽസ് എന്താണ് മക്കളെ? സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. റെഡി. ഈ റിസർവ് മെറ്റീരിയൽസ് ആരൊക്കെ ഹെൽപ്പ് ചെയ്യും? എംബ്രിയോന് വേണ്ടിയിട്ട്, എംബ്രിയോന് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. So endosperm cells in a case filled with a reserve food material, main source of nutrition for the embryo. Clear allada concept? Ready. ഇനി നോക്കടാ എൻഡോസ്പെർമിന്റെ ഫോർമേഷൻ. ആ മോഡ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ന്യൂക്ലിയർ മോഡൽ ഉണ്ടാവും, ന്യൂക്ലിയർ മോഡൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സെല്ലുലാർ മോഡൽ കാണാൻ പറ്റും. ഹെലോബിയൽ മോഡലും അത് കാണാൻ പറ്റും. നമ്മൾ പീനട്ടിന്റെ ഒക്കെ കേസിൽ നമുക്ക് അത് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നോക്കണം, സക്സീവ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. അവിടെ ഫ്രീ ന്യൂക്ലിയർ ഫോം ചെയ്തിട്ട് അവിടെ എന്താ പറയാ നമ്മുടെ ഫ്രീ ന്യൂക്ലിയർ ഫോർമേഷൻ നടക്കുന്നു. അവിടെ ന്യൂക്ലിയർ ഫ്രീ എൻഡോസ്പെർം ഇവിടെ ഡെവലപ്പ് ആയി, എൻഡോസ്പെർം ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. എൻഡോസ്പെർമിന്റെ ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ, ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞതാ. ഇനി സെല്ലുലാറിന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സബ്സിക്വന്റ് ഡിവിഷൻ ഫോളോഡ് ബൈ എന്ത് ഫോർമേഷൻ ആയിരിക്കും? CW ഫോർമേഷന്റെ രീതിയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി പീനട്ടിന്റെ കേസിലാണെങ്കിൽ ഇവൻ നമ്മുടെ ഹെലോബിയൽ ഫോർമേഷൻ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടു എബോ ട്രാൻസ്വേഴ്സ് വോൾ, അതായത് മൈക്രോപൈലർ ആൻഡ് ചെലാസൽ മെമ്പർ. അവിടെ ഒരു എന്താ പറയുക, ഇത് എന്ന കേസ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഓവറിൽ നമ്മുടെ എംബ്രിയോ എന്താണ് ഇത് എൻഡോസ്പെർം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അകത്തുള്ള ആളാണ്, അകത്തുള്ളത്. റെഡി. ഇത് അകത്ത് നിങ്ങൾ കണ്ടോ? ഈ അകത്തില് എന്താ പറയുക ന്യൂക്ലിയർ വേർഷൻ ഉണ്ടാവും, സെല്ലുലാർ വേർഷൻ ഉണ്ടാവും, ഹെലോബിയൽ ഉണ്ടാവും. അപ്പൊ ന്യൂക്ലിയറിന്റെ കേസിലാണ് എന്താണ് എന്താ പറയാ ന്യൂക്ലിയർ ഡിവിഷൻ ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് മാറി, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആയിട്ട് മാറി. പിന്നെ നമുക്ക് ന്യൂക്ലിയർ ഫ്രീ ആണ്, അവിടെ ന്യൂക്ലിയർ ഫ്രീ ആയതുകൊണ്ട് CW ഫോർമേഷൻ അവിടെ ആഫ്റ്റർവേർഡ്സ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെല്ലുലാറിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് സബ്സിക്വന്റ് ആയിട്ട് ഡിവിഷൻ നടക്കുന്നുണ്ട്, പിന്നെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഹെലോബിയലിലെ ഇൻ ബിറ്റ്വീൻ എന്നാണ് എബോ ടു ട്രാൻസ്വേഴ്സ് വോൾ എന്ന് പറയാം. നമ്മളെ ഓവ്യൂളിന്റെ കേസിൽ പറഞ്ഞില്ലേ മൈക്രോപെല്ലാർ റീജിയനും ചെലാസൽ റീജിയനും മൈക്രോപെല്ലാർ റീജിയനും ആ കാര്യങ്ങൾ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. നോൺ പെർസിസ്റ്റന്റ് എംബ്രിയോ ഇൻ സം സെൽ പെരിസ്പെർം എത്തിൽ ജെർമിനേഷൻ. അപ്പോൾ
എന്താണ് നോൺ പെർസിസ്റ്റന്റ് ആണ് സം കേസിൽ. ഇത് നിങ്ങൾ അധികം ഇതാക്കി നോക്കണ്ട, സിലബസിൽ ഇല്ല, പക്ഷെ എന്നാലും പറഞ്ഞതാണ്. ക്ലിയർ അല്ലടാ? നിങ്ങൾ അങ്ങനെ നോക്കണമെന്നില്ല. റെഡി? ഇതാണ് ശ്രദ്ധിക്കുന്നത്. എംബ്രിയോജനി. എംബ്രിയോജനി എന്താണ് മക്കളെ? എംബ്രിയോ ഫോർമേഷൻ ആണ് എംബ്രിയോജനി എന്ന് പറയാം. Genesis, formation of embryo, embryogenesis, embryogeny. Similar in monocot and dicot. Dicotilum monocotilum embryo formation similar ആണ്. embryo formation similar ആയിരിക്കും. embryo develops in എവിടെയാണ് develops microphylar and where the zygote is situated. microphylar endലാണ് zygote situated ചെയ്ത് 12 conditional zygote situate ചെയ്തെടുക്കുകയാണ് കേട്ടോ. and first endosperm develops, then zygote. First endosperm develop ചെയ്യുന്നു, പിന്നെ zygote develop ചെയ്യുന്നു. Then provision of nutrition is taken care. അവർ ന്യൂട്രീഷൻ ഒക്കെ എടുക്കുന്നത് നമ്മൾ പറഞ്ഞു എൻഡോസ്പേമിൽ നിന്നാണ് ന്യൂട്രീഷൻ ഒക്കെ കിട്ടുന്നത്. ക്ലിയർ? ശ്രദ്ധിച്ചോ? നോക്കടാ. ഫസ്റ്റ് ഡിവിഷനിൽ സൈഗോട്ട് എന്താ പറയാ പ്രോ എംബ്രിയോ ആയിട്ട് മാറി, പിന്നെ അത് ഗ്ലോബുലാർ മെച്യൂർ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ഫസ്റ്റ് ഡിവിഷനിൽ എന്താ നടക്കുന്നത്? ട്രാൻസ്വേഴ്സ് ഡിവിഷൻ, അതായത് രണ്ട് സെൽസ് ടുവേർഡ്സ് മൈക്രോഫൈൽ എംബ്രിയോ എവിടെയോ അല്ലെങ്കിൽ ടെർമിനൽ സെൽ, അത് ബേസൽ സെല്ലിനടിക്കോ സസ്പെൻഷൻ സെല്ലിനടിക്കോ രണ്ട് സെൽ എന്തായാലും മാറുന്നുണ്ട്. പിന്നെന്താണ് നോക്കുക, സസ്പെൻഷൻ സെല്ലിന്റെ കേസില് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ, അതായത് 6 to 10 ഫസ്റ്റ് രണ്ട് സെല്ലാണ്, അത് പിന്നീട് എന്താ പറയാ ഡിവിഷൻ നടന്നിട്ട് 6 to 10 സെൽ ഫോംസ് സസ്പെൻസർ. 6 to 10 എന്തായിട്ട് മാറി മക്കളെ? സസ്പെൻസർ ആയിട്ട് മാറുന്നുണ്ട്. റെഡി? terminal cells is swollen and vesicular, hosterium lowermost ആണ്. അതായത് hypocysis to root cap and root tip and as well as root cap. അവിടെ ഹൈപ്പോസിസിന്റെ കേസിലാണ് നമ്മളിവിടെ പറഞ്ഞത്. സസ്പെൻസർ സെല്ലിന്റെ കേസ് നമുക്ക് പിക്ചർ ആയിട്ട് നോക്കാം. റെഡി? ഇതാണ് എന്റെ കേസ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് സൈഗോട്ട് ഇങ്ങനെ ഉണ്ടാവും മക്കളെ. റെഡി? ശ്രദ്ധിച്ചോ? എന്നിട്ട് നിങ്ങളെ എഴുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കും. റെഡി? ഇവിടെ കണ്ടോ, നമ്മളെ രണ്ട് രീതിയിൽ രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ 2 സെല്ലായിട്ട്. പിന്നീട് അത് പിന്നെയും ഡെവലപ്മെന്റ് നടന്നിട്ട് എന്തായിട്ട് മാറി മക്കളെ? അത് പിന്നീട് 1, 2, 3, 4 നാലിനായി. നമ്മൾ പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം 4 പിന്നീട് അതിങ്ങനെ ഒരു ഡിവിഷൻ നടക്കൂലേ? 2 സെൽ എംബ്രിയോ വിത്ത് സസ്പെൻസർ ഉണ്ട് അതിനോടെ, പിന്നെ എംബ്രിയോ ഉണ്ട്, അതേപോലെ തന്നെ സസ്പെൻസറും ഡെവലപ്പായി. അപ്പൊ നോക്ക്, ഇവിടെ ഒരു എംബ്രിയോ ആയി, ഇവിടെ അതിന്റെ സസ്പെൻസർ ആയി, ഗ്ലോബുലാർ സ്റ്റേജ് ആണ്. പിന്നീട് നോക്ക് അത് എന്തായിട്ട് മാറി എന്ന് പറഞ്ഞ നമ്മളോട് ഹാർട്ട് ഷേപ്പ് ആയിട്ട് മാറി അല്ലെ മക്കളെ? ഹാർട്ട് ഷേപ്പ് ആയിട്ട് മാറി. ഇനി ഹാർട്ടിൽ മെയിൻ ആയിട്ട് സ്റ്റോറേജ് ആ സ്റ്റേജ് ആണ് ഹാർട്ട് സ്റ്റേജ് എന്ന് നമ്മൾ പറയുന്നത്. ഹാർട്ട് സ്റ്റേജ്. പിന്നീട് അത് റൂട്ട് മെരിസ്റ്റം, റൂട്ട് ഫോർമേഷനിലെ റൂട്ട് മെരിസ്റ്റം ആയിട്ട് മാറി, ഷൂട്ട് മെരിസ്റ്റം ആയിട്ട് മാറുന്നത്. താഴോട്ടേക്ക് ഇത് എന്താ പറയാ റൂട്ടായിട്ടും ഇവിടെ ഷൂട്ട് ആയിട്ടും മാറുന്നുണ്ട്. അതായത് നമ്മുടെ സസ്പെൻസറിന്, ഇതാണ് സസ്പെൻസർ റീജിയൻ മക്കളെ. ഇത് എംബ്രിയോ ആണ്. അപ്പൊ ഇത് ബേസൽ ആയിട്ടുള്ള സെല്ലാണ്. ഇവിടെ താഴോട്ടേക്ക് എന്തായിട്ട് മാറുന്നുണ്ട് നോക്കി? താഴോട്ടേക്ക് എന്തായിട്ടാണ് മാറുന്നത്? മെയിൻ റൂട്ട് ആയിട്ടുള്ള റൂട്ട് ക്യാപ്പ് ആയിട്ടും മറ്റേ ഷൂട്ട് ടിപ്പ് ആയിട്ടും നമ്മൾ പറഞ്ഞല്ലോ, ഓർമ്മയില്ല നേരത്തെ? ഇവിടെ കണ്ടോ നമ്മുടെ റൂട്ട് ടിപ്പും അതേപോലെ തന്നെ റൂട്ട് ക്യാപ്പ് എന്നൊരു കേസ് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ എന്തിന്റെ എംബ്രിയോജനി, എംബ്രിയോന്റെ ഫോർമേഷൻ നമുക്ക് പറയുന്നത്. ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സെറ്റ് അല്ലേ? റെഡി? ഇനി നോക്ക്, ഡൈക്കോട്ട് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ്. എന്താണ് ഡൈക്കോട്ട് എംബ്രിയോ? ഡൈക്കോട്ട് എംബ്രിയോയില് കൺസിസ്റ്റ് ഓഫ് എന്താണ്? എംബ്രിയോണൽ ആക്സിസും അതേപോലെ തന്നെ 2 കോട്ടിലിഡൻസും പ്രസന്റ് ആണ്. റെഡി? ശ്രദ്ധിച്ചോ? the portion of embryonal axis above the level of cotyledon. embryonal axisന്റെ above the cotyledon ലെവൽ ഉണ്ടാവുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഈസ് എന്താണ്? എപ്പികോട്ടിൽ. എപ്പികോട്ടിൽ എന്ന് നമ്മൾ പറയും. which is a terminates the plumule or stem. അതെന്തിനാണ്? പ്ലുമ്യൂള അല്ലെങ്കിൽ സ്റ്റെം ടിപ്പിന് വേണ്ടിയിട്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ട്. റെഡി? അപ്പൊ അതിനെന്താ പറയാ? എപ്പികോട്ടിൽ. റെഡി? എപ്പികോട്ടിൽ ഉണ്ടെങ്കിൽ വേറെ ആളും കൂടി ഉണ്ടാവല്ലോ. സിലിണ്ടറിക്കൽ പോർഷൻ ഓഫ് ദി ലെവൽ ബിലോ ദ ലെവൽ ഓഫ് കോട്ടിലിഡൻസ് ഈസ് എന്താണ് മക്കളെ? താഴേക്കാണെങ്കിലോ അത് ഹൈപ്പോകോട്ടൽ. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും കേട്ടോ. ഒരു പോർഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയും, പേടിക്കണ്ട. ലോവർ എൻഡ് ഓഫ് റേഡിക്കൽ ടു റൂട്ട് ടിപ്പ് ആയിട്ട് മാറുന്നത്. The root tip is covered with root cap. നമുക്കറിയാം root tip is covered with root cap. റെഡിയാ? ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നേരത്തെ വരച്ചതിന്റെ സ്ട്രക്ചറിന് മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഇത് കേട്ടോ മക്കളെ.
ശ്രദ്ധിച്ചോ, ഇത് എന്താ നമ്മളെ എംബ്രിയോ പിന്നീട് ഒരു പ്ലാൻ ആയിട്ട് മാറാം മക്കളെ, സീഡായിട്ട് മാറിയിട്ട് അത് എന്താ പറയാ സീഡ് ഫോർമേഷൻ നമുക്ക് പഠിക്കാണ്ട്, അത് ഇങ്ങനെ എന്താ പറയാ മുളയ്ക്കാൻ തുടങ്ങുന്ന ഒരു കണ്ടീഷനാണ്, ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. പ്ലമ്യൂൾ ഇതാ, പ്ലമ്യൂളിന്റെ കണ്ടീഷൻ ഇതാ, 2 കോട്ടിലിഡൻ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ, 2 കോട്ടിലിഡൻ. ഹൈപ്പോ കോട്ടിൽ താഴോട്ടേക്കാണ്, അല്ലേ റാഡിക്കൽ ഉണ്ട്, റൂട്ടിന്റെ റാഡിക്കൽ റേസ് ടു റൂട്ട് ആയിട്ട് മാറുന്നു. പ്ലമ്യൂള് ഷൂട്ട് അല്ലെങ്കിൽ ഷൂട്ടായിട്ട് മാറുന്നുണ്ട്, സ്റ്റെം ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ? റെഡി? ഓക്കെ. ദ ഗ്രാസ് ഫാമിലി ദ കോട്ടിലിഡൻ ഈസ് കോൾഡ് സ്ക്യൂട്ടെല്ലം. ഇൻ ദ ഗ്രാസ് ഫാമിലി കോട്ടിലിഡനെ എന്ത് പറയും? ഗ്രാസ് ഫാമിലി നമ്മൾ സ്ക്യൂട്ടെല്ലം എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത് മക്കളെ? സ്ക്യൂട്ടെല്ലം. നമുക്ക് ചിത്രം നോക്കാം. സ്ക്യൂട്ടെല്ലം situated towards one side of lateral of the embryonal axis. embryonal axisന്റെ ഒരു സൈഡിലാണ് അത് പ്രസന്റ് ചെയ്തത്. അത് മനസ്സിലാക്കണേ, സ്ക്യൂട്ടെല്ലം. റെഡി? ഇനി ഇറ്റ്സ് ലോവർ എൻഡ്, എംബ്രിയോൺ ആക്സിസിന്റെ ലോവർ എൻഡിൽ എന്താണ്? റാഡിക്കൽ ആൻഡ് റൂട്ട് ക്യാപ്സ് എൻക്ലോസിന്റെ അൺഡിഫറൻഷിയേറ്റഡ് ഷീറ്റ് കോൾഡ് കോളറിസ. ഇത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ +1 നമ്മൾ പഠിച്ചതാണ് അല്ലേ മക്കളെ? കോളറിസയുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കോളറിസ. റെഡി? ഇത് കണ്ടോ അവിടെ വെക്കുക. ഇനി നോക്ക്, the portion of the embryo above the axis of level of attachment of scutellum. scutellumത്തിന്റെ കേസിൽ scutellum is എന്താണ് മക്കളെ? എപ്പികോട്ടൈൽ ആണെങ്കിൽ ശ്രദ്ധിക്കുക, the portion of the embryonal axis above the level of attachment of scutellum. above the level of attachment, അവിടെ അറ്റാച്ച്മെന്റ് സ്കൂട്ടലത്തിന്റെ അതിന്റെ എപ്പികോട്ടൈൽ ആണ്. ഇനി എപ്പികോട്ടൽ ഹാസ് ഷൂട്ട് എപ്പെക്സ്. അപ്പൊ ഈ റീജിയനിലെ മക്കളെ സ്റ്റെം ആയിട്ട് മാറുന്ന ആ ഒരു ടൈപ്പ് റീജിയൻ നമ്മൾ എന്ത് പറയും? എപ്പികോട്ടൈൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? എപ്പികോട്ടൈൽ അതും താഴോട്ട് റൂട്ട് കേസ് അത് എന്താ ഹൈപ്പോകോട്ടൈൽ ആയിട്ട് മാറും. എന്നിട്ട് നോക്ക്, എപ്പികോട്ടൈൽ ഹാസ് എ ഷൂട്ട് എപ്പെക്സ് ആൻഡ് ഫ്യൂ ലീഫ് റിമോഡിയ. നമുക്കറിയാം ലീഫ് റിമോഡിയ ആയിട്ട് മാറും. എൻക്ലോസ് ഇൻ എ ഹോളോ ഫോളിയർ സ്ട്രക്ചർ, അതായത് ദ സീലോപ്റ്റൈൽ. റെഡി? അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ എന്താ പറഞ്ഞത്? ലോവർ എൻഡിൽ താഴെ കാണുന്ന കോളറൈസി ആണ്, അപ്പൊ മോളിലോട്ടേക്കാണെങ്കിൽ അത് സീലോപ്റ്റൈൽ ആണ്. ക്ലിയർ അല്ലടാ? റെഡി? നോക്ക്, ഇതാണ് കണ്ടീഷൻ. ഈ ചിത്രം നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക്? സ്ക്യൂട്ടെല്ലം കണ്ടോ? ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് എന്താണ് മക്കളെ? സീലോപ്റ്റൈൽ. അതാണ് ടോട്ടലി ഷൂട്ട് എപ്പെക്സ് എന്ന് നമ്മൾ പറയുന്നത്. റെഡി? ഇനി താഴെ റാഡിക്കൽ റൂട്ട് ക്യാപ്പ്, അതിന് അറ്റാച്ച്മെന്റിലാണ് നമുക്കിവിടെ കോളറൈസിനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു റീജിയൻ ഉണ്ട്, അതിനെ എപ്പിബ്ലാസ്റ്റ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ ഒന്ന് വരച്ചു വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ എന്താ പറയാ, ജസ്റ്റ് ഒരു എന്താ പറയുക, എംബ്രിയോ സൈഗോട്ട്ന്ന് അതെ എൻഡോസ്പെർം പിന്നെ എംബ്രിയോ ആയിട്ട് മാറിയിട്ട് പിന്നെ അതൊരു ഒരു സിസ്റ്റം ആയിട്ട് മാറാൻ പോവാണ് ഇവര്. അപ്പൊ അതിന്റെ കേസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി? നോക്കിക്കോ, സീഡ് ഫോർമേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സീഡ് ഫോർമേഷന്റെ കേസിൽ വരാം. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് സിലബസ് സെലക്ഷൻ എന്നാണ് നമ്മൾ പറയാം. The endosperm nucleus 3n divides repeatedly to form endosperm in endospermic seeds. endospermic seeds ഉണ്ടാവുന്നുണ്ട്. ഒരു ഫോർമേഷൻ ജസ്റ്റ് പറഞ്ഞതാ 3n കേസിൽ നമ്മൾ പറഞ്ഞല്ലേ, ഡബിൾ ഫെർട്ടിലൈസേഷൻ കേസിൽ. This endosperm acts as a food store and developing seed. ഈ ഒരു എൻഡോസ്പെർം ആണ് പിന്നീട് ഡെവലപ്പിംഗ് സീഡ് ആയിട്ട് മാറുന്നത്. ഒന്നുമില്ലടാ, നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞില്ല, ജനറേഷൻ അത് അവസാനം സീഡ് ആയിട്ട് മാറുന്നു. അത്രയും നിങ്ങൾ ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല ഇതില്. മറ്റുള്ള ടേംസും കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ വരുത്തത്. കോളറൈസ് എവിടെയാണ്, സീലോപ്റ്റൈൽ എവിടെയാണ്, ആ കാര്യങ്ങളൊന്ന് സ്കൂട്ടലം എന്താണ് അറ്റാച്ച്മെന്റ് പറയുന്നല്ലേ. അപ്പൊ ഇത് ഹൈപ്പോകോട്ടൈൽ എവിടെയാണ്, എപ്പികോട്ടൈൽ എവിടെയാണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സംഭവം കിട്ടും. റെഡി? ഇത് വേറെ ഒന്ന് രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് പോകണ്ട. നേരെ ഞാൻ കുറെ സ്ലൈഡിൽ കാണിച്ചു, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഒരു സ്റ്റെപ്പ് വൈസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സിമ്പിൾ അല്ലേ? കിട്ടുമല്ലോ? റെഡി അല്ലേ? ഓക്കെ. നോക്ക്, ഇതാ മൈക്രോ പോളാർ എൻഡും നമ്മളെ ചെറാസൽ എന്നീ കേസിൽ നമുക്ക് ഡെവലപ്മെന്റിന്റെ കേസ് പറഞ്ഞത് നേരത്തെ നമ്മൾ മുന്നേ നമ്മൾ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടോ? ഫ്രീ ന്യൂക്ലിയർ, സെല്ലാർ, അതേപോലെ തന്നെ ഹെലോബിയല്, എൻഡോസ്പെർമിന്റെ കേസിൽ സീഡ് ഫോർമേഷൻ. അപ്പൊ സീഡ് ഫോർമേഷൻ പറയുമ്പോൾ അത് ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ പറയുന്നേ ഉള്ളൂ. റെഡി? അതായത് ഫ്രീ ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ 1, 2 പിന്നീട് നോക്കി ഇങ്ങനെ ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് മാറി. സെല്ലാറിന്റെ കേസിൽ 1, 2 പിന്നെ സെല്ലാർ കേസിലായി. ഹിലോബിലിന്റെ കേസിൽ 1, 2 പിന്നെ പീനട്ടിനൊക്കെ കേസിൽ ഇങ്ങനെ വരാം. പീനട്ട് അങ്ങനത്തെ സാധനങ്ങളുടെ കേസിലൊക്കെ ഇത് പറയാം. ക്ലിയർ? ഇത്ര സ്ട്രക്ചർ ഇതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ, പക്ഷെ സീഡ് ഫോർമേഷൻ വരുമാനം ഇത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. റെഡി അല്ലടാ? ക്ലിയർ? ഓക്കെ. ഇനി നോക്ക്, നമുക്ക് എപ്പികോട്ടൽ ഹൈപ്പോകോട്ടൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് വിടാം അവരെ. ഓക്കെ, അവരെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, അവരെന്താ സംഭവം നോക്കാം. റെഡി? എപ്പികോട്ടൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് ബിറ്റ്വീൻ പ്ലിമ്യൂൾ ആൻഡ്
കോട്ടിലിഡോൺ നോഡ്. റെഡി, ക്ലിയർ ആയി? പ്ലിമ്യൂളും കോട്ടിലിഡോൺ നോഡും റെഡി. ഇനി അപ്പോ ഹൈപ്പോകോട്ടിലിഡോൺ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എമിനോൾ ആക്സിസ് ബിറ്റ്വീൻ കോട്ടിലിഡനറി നോഡ് ആൻഡ് റാഡിക്കൽ. അതായത് നോക്ക്, ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ മതി. പ്ലിമ്യൂളും കോട്ടിലിഡണൽ നോഡും ഉണ്ട്, അതേപോലെ തന്നെ റാഡിക്കലും ഉണ്ട്. ഇത് രണ്ടിനെയും നമ്മൾ എന്ത് പറയും? എപ്പികോട്ടൈൽ. താഴോട്ടുള്ള ഇത് മുതൽ താഴോട്ടേക്ക് നമ്മൾ എന്ത് പറയും? ഹൈപ്പോകോട്ടൈൽ. സിമ്പിൾ. കത്തിയില്ലേ? റെഡി അല്ലേ? In hypogenial germination, epicotyl elongates so that cotyledons remain in the soil. അത് hypogenial germination. അത് ഹൈപ്പോജിയൽ ജെർമിനേഷൻ എന്ന കേസിൽ എപ്പികോട്ടൈലിന്റെ. അപ്പോ ഹൈപ്പോകോട്ടൈലിന്റെ ജെർമിനേഷൻ എന്തായിരിക്കും വരിക? എപ്പിജിയൽ ജെർമിനേഷനിലെ ഹൈപ്പോകോട്ടൈൽ ഇലോങ്ങേറ്റ് സോ ദാറ്റ് സോയിൽ കോട്ടിലൈഡൻസ് കംസ് ഔട്ട് ഓഫ് ദി സോയിൽ. സോയിലിന്റെ പുറത്തേക്ക് വരുന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ടെർമിനൽ എൻഡ് ഓഫ് എപ്പികോട്ടൈൽ ഈസ് പ്ലിമ്യൂൾ. അവിടെയോ റാഡിക്കൽ ആണ്. പിന്നെ ടെർമിനൽ എൻഡ്, അതായത് റൂട്ടായിട്ട് മാറുന്ന അർത്ഥം, ഷൂട്ടായിട്ട് മാറുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഇനി നോക്കാം നമുക്ക് നമ്മുടെ സീറോപ്റ്റൈലും അതേപോലെ തന്നെ കോളറൈസിന്റെ കേസോ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. റെഡി. ദ എപ്പികോട്ടൈൽ ബിയറിംഗ് ഷൂട്ട് അപ്പെക്സ് ലീഫ് പ്രിമോഡിയ ഈസ് എൻക്ലോസ്ഡ് വിത്ത് എ ഫോളിയാർ സ്ട്രക്ചർ. അതാണ് നമ്മളെ സീറോപ്റ്റൈൽ അല്ലെ. സീറോപ്റ്റൈലിനെ കുറിച്ച് കിട്ടിയല്ലോ, മുകളിലത്തെ ഭാഗമാണ്, മുകളിലത്തെ ഭാഗം. Radical and root cap enclosed in a sheath called coleorhiza. Coleorhiza അതും കിട്ടി. കോളിയറിസിനെ കുറിച്ച് മനസ്സിലായി. Xylophyll has a terminal pore, emergence of first leaf. Emergence of first terminal pore and emergence of first leaf. കോളിയറിസ് ഒരു സോളിഡ് സ്ട്രക്ചർ ആണ്. നമ്മൾ കണ്ടു കോളിയറിസിന്റെ സ്ട്രക്ചർ. It protects plumule during the emergence of from the soil. പ്ലുമ്യൂളിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രൊട്ടക്ട് റാഡിക്കൽ ഡ്യൂറിംഗ് പാസേജ് ഇൻ സോയിൽ. അങ്ങനെ റാഡിക്കലിന്റെ പാസേജ് താഴോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ ഹെൽപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇറ്റ് ഗ്രോസ് മച്ച് ബിയോണ്ട് ദ ഗ്രെയിൻ. ആഫ്റ്റർ ദ എമർജൻസ് ഓഫ് ഗ്രെയിൻ ഇറ്റ് സ്റ്റോപ്സ് ഗ്രോയിങ്. ഗ്രെയിൻ ഫോം ചെയ്താൽ ഇത് സ്റ്റോപ്പ് ഗ്രോയിങ് ആണ്. എന്താ കോളിയോറൈസ. Xylophyll after emergence from the soil during germination becomes green and does photosynthesis. അത് photosynthesis കാരണം ഷൂട്ട് പാർട്ട് അല്ലേ, photosynthesis നടക്കും. Coleorhiza does not come out of the soil, it remains in as non green. താഴെ തന്നെ നോൺ ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം. റെഡി, അറ്റത്തെ പോയിന്റ് ആണ്. റെഡി, ക്ലിയർ അല്ലടാ? റെഡി. ഇനി നോക്ക് നിങ്ങള് സീഡ് ഫോർമേഷൻ ജസ്റ്റ് ഒരു നമുക്ക് ഡയഗ്രാമിക്കലി നോക്കാം. നോക്കണം. മൈക്രോഫൈല് പോർ എൻട്രി ഓഫ് ഓക്സിജൻ വാട്ടർ ഡ്യൂറിംഗ് ജെർമിനേഷൻ. ജെർമിനേഷൻ ടൈമിൽ പോർ എൻട്രി എന്തൊക്കെയാണെന്നാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. എന്താ പറയാ, മൈക്രോഫൈലർ റീജിയനിലൂടെയാണ് പോർ എൻട്രി, അതായത് ഓക്സിജൻ വാട്ടർ ഒക്കെ മൈക്രോപോളർ റീജിയനിലൂടെ നമുക്ക് കിട്ടും. എൻഡോസ്പോം ഫുഡ് സ്റ്റോറേജ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ. ഇവിടെ ഇങ്ങനെ എംബ്രിയോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫുള്ള് നിറഞ്ഞു കേട്ടോ. ഈ ഒരു ചെറിയൊരു സിഗ്നൽസ് അല്ല, ഈ ഒരു ഫോം നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഫുൾ കവർ ആയിട്ട് മാറുന്ന സ്ട്രക്ചർ കാണുന്നത്. എംബ്രിയോ, പ്ലിമ്യൂൾ, റാഡിക്കൽ, കോട്ടിലൈഡൻസ് ഇതൊക്കെ ഒരു സിംഗിൾ ആയിട്ടുള്ള സാധനത്തിൽ ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ എന്തൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. അത് തന്നെ. If all the endosperm is absorbed by the developing embryo, the seed is എന്താണ്? നോൺ എൻഡോസ്പെർമിക് ആണ്. എന്താണ് മക്കളെ? എൻഡോസ്പെർമിക്. രണ്ട് തരത്തില് എൻഡോസ്പെർമിന്റെ കേസിൽ നമുക്ക് പറയാം, സീഡിന്റെ കേസിൽ പറയാം. എൻഡോസ്പെർമിക് സീഡും എൻഡോസ്പെർമിക്കും നോൺ എൻഡോസ്പെർമിക്കും. ക്ലിയർ? Ready. If all endosperm, എല്ലാ endosperm is absorbed by developing embryo, അങ്ങനെയുള്ള സീഡ്, കാരണം അതിന് ന്യൂട്രീഷൻ വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എന്താ പറയാ? നോൺ എൻഡോസ്പെർമിക് സീഡ് എന്നാണ് പറയാ. എന്താ പറയാ നമ്മള്? നോൺ എൻഡോസ്പെർമിക് സീഡ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബി പി ഒക്കെ നമുക്ക് പറയാം. ഗ്രൗണ്ട് നെട്ടിന്റെ കേസിലൊക്കെയാണ് എന്താണ് ഇവര്? നോൺ എൻഡോസ്പെർമിക് സീഡ് ആണ്. അപ്പൊ എൻഡോസ്പെർമിക് എന്തായിരിക്കും മക്കളെ? എൻഡോസ്പെർമിക്കിന്റെ കേസ് ഇതാണ്. ഇത് നമുക്ക് പിക്ചർ നോക്കാം. വെയിറ്റ്. എൻഡോസ്പെർമിക്കിന്റെ കേസ് നമ്മൾ ഇനി പറയാൻ എന്താ പറയാ? ആൽബുമിനസ് സീഡ് എന്ന് പറയും. അപ്പൊ നോൺ എൻഡോസ്പെർമിൽ എന്താ പറയാ? എക്സ് ആൽബുമിനസ് നമുക്ക് പറഞ്ഞൂടെ? റെഡി. ഇവിടെ എന്താ കേസ് നോക്ക്. ഇഫ് ഓൾ എൻഡോസ്പെർം ഈസ് നോട്ട് അബ്സോർബ്ഡ്, ഇവിടെ എന്താണ്? നോട്ട് അബ്സോർബ്ഡ് ആണ് മക്കളെ. ബൈ ഡെവലപ്പിംഗ് എംബ്രിയോ ദ സീഡ് ഈസ് എൻഡോസ്പെർമിക്. മീസ്, വീറ്റ്, കാസ്റ്റർ, സൺഫ്ലവർ ഇതാണ് എക്സാമ്പിൾ. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ക്ലിയർ ആണ്? റെഡി.
ഇവിടെ കണ്ടോ എൻഡോസ്പെർമും കോട്ട്ലിയറിന്റെ കേസിൽ ഇത് ബോർഡ് ആയിട്ടുള്ള ബീനും ഇത് മേസിനും. ഒന്ന് എന്താണ് നോൺ എൻഡോസ്പെർമിക് ആണ്, ഒന്ന് എൻഡോസ്പെർമിക് ആണ്. അതിന്റെ കേസ് നിങ്ങൾ ജസ്റ്റ് നോക്കാം, നമുക്ക് നോക്കാം, അനലൈസ് നോക്കാം. കോട്ട്ലിയുടെ ഇവിടെ കാണുന്നത് കോട്ട്ലിയുടെ രണ്ടിടയ്ക്കും കാണുന്നുണ്ട്. ഇവിടെ എന്താണ് കോട്ട്ലിയ ഫുള്ളി അബ്സോർബ്ഡ് ആണ്, ഇവിടെ കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് അല്ല. മനസ്സിലായോ? എൻഡോസ്പെർം കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് അല്ല ബൈ. ഓക്കെ റെഡി. പ്ലമ്യൂളിന്റെ കേസ് നോക്കുക, പ്ലമ്യൂൾ ഇങ്ങനെ മുകളിലോട്ടേക്ക്, ഇവിടെ പ്ലമ്യൂളിന്റെ കേസ് മുകളിലോട്ടേക്ക് തന്നെയാണ്, റാഡിക്കൽ താഴോട്ടേക്കും റാഡിക്കൽ താഴോട്ടും. ആ മേസിന്റെ കേസും ഇത് ബോർഡ് ബീന്റെ കേസും. അപ്പം ബോർഡ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ എൻഡോസ്പെർമിക് ആണോ? ഇത് എൻഡോസ്പെർമിക് അല്ലേ? ഇതെന്താണ്, എൻഡോസ്പെർമിക് ആണ്. ഇത് നോൺ പി ബോർഡ് പി ഇതൊക്കെ എന്താണ്, നോൺ എൻഡോസ്പെർമിക് ആണ്, നമ്മളിവിടെ വരച്ച പോലെ. മറ്റേ നോക്ക് എൻഡോസ്പെർമിക് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി മക്കളെ. ക്ലിയർ ആയില്ല കോൺസെപ്റ്റ്? ഇനി നോക്കാം ആൽബുമിനസും നോൺ ആൽബുമിനസും. അത് നമ്മുടെ പേരിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യണേ. ആൽബുമിനസ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ നോക്ക്, എന്താണത്? ആൽബുമിനസ് എന്ന് പറയുമ്പോൾ ആരാണ്? എൻഡോസ്പെർമിക്. നോൺ ആൽബുമിനസ് എന്ന് പറയുമ്പോൾ എന്താണ് നോൺ ആൽബുമിനസ് എന്ന് പറയുമ്പോൾ നോൺ എൻഡോസ്പെർമിക് അല്ലേ? Endosperm is not completely used in developing embryo, so the point remains of the seed. Coconut, castor, maize, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് പറയാം. So it's completely used by the developing embryo for the maturation. നമ്മൾ പി ബി മസ്റ്റർഡ് ഒക്കെ ഉണ്ട്. ക്ലിയർ ഉള്ള കോൺസെപ്റ്റ് ഏകദേശം? റെഡി. ഇനി നോക്ക്, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയുന്നത്. മാംഗോന്റെ ഒക്കെ കേസിൽ ആരുണ്ട്, നമ്മൾ സീഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് കേട്ടോ. എക്സോകാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. സ്ട്രക്ചർ നോക്ക്, മാംഗോന്റെ കേസിൽ എക്സോകാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. എംബ്രിയോ നിങ്ങൾ കണ്ടോ? എന്നിട്ട് എൻഡോസ്പെർമിന്റെ അകത്ത് എൻഡോസ്പെർമിന്റെ സീഡ് കോട്ട്, എൻഡോകാർപ്പിന്റെ ഒരു പിറ്റും ഉണ്ട് നമുക്ക് കൊടുക്കണം. പീച്ചിന്റെ കേസിൽ സിമിലർ ആയിട്ട് സീഡിന്റെ അകത്തേക്ക് പോകുമ്പോൾ എൻഡോസ്പെർം, എംബ്രിയോ, സീഡ് കോട്ട്, പെരികാർപ്പ് ഉണ്ട്. ഇവിടെ കണ്ടോ പെരികാർപ്പ്, അതിന്റെ അകത്ത് മീസോകാർപ്പ്, എക്സോകാർപ്പ്. ഇത് നമുക്ക് ഫ്രൂട്ട് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഭാഗമായിട്ട് പറയാം. ക്ലിയർ? ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെഡി? എടാ ഓവറി എന്തായിട്ട് മാറുന്നുണ്ട്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നുണ്ട്. ബിഫോർ ഫെർട്ടിലൈസേഷൻ ഓവറി എന്ന് പറഞ്ഞ സാധനം ഫ്രൂട്ട് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഓവറി വോളോ പെരികാർപ്പായിട്ടല്ലേ മാറുക? നിങ്ങൾ ആലോചിക്കണേ. ഒവ്യൂൾ എന്താണ്? സീഡ് ആയിട്ട് മാറും. ഇന്നർ ടെഗ്മെൻ, നമ്മുടെ പുറമേയുള്ള കോട്ടിങ്, അതിന് നമ്മൾ എന്താ പറയാ, ടെഗ്മെൻ എന്ന് പറയും. ഇന്നർ സീഡ് കോട്ട്. ഔട്ടർ ഇന്റഗ്മെന്റ് എന്ന് പറയും, ടെസ്റ്റ് എന്ന് പറയും. അത് സാറിന് ക്ലാസ് എടുക്കുമ്പോൾ ടെഗ്മിനും ടെസ്റ്റിനെ കുറിച്ചും ടെഗ്മിനും അതേപോലെ തന്നെ ടെസ്റ്റിനെ കുറിച്ചും സാർ ഡിസ്കസ് ചെയ്തു. റെഡി? ഫ്യൂണിക്കിൾ പിന്നെ സ്റ്റോക്ക് ഓഫ് ദി സീഡ് ആയിട്ട് മാറും. എഗ് എംബ്രിയോ ആയിട്ട് മാറി. സെക്കൻഡറി ന്യൂക്ലിയസ് 2n കണ്ടീഷൻ, പ്രൈമറി എൻഡോസ്പെർം അതായത് എൻഡോസ്പെർം ആയിട്ട് മാറി. 3n കണ്ടീഷനൊക്കെ മാറി. ആന്റിപോട്ടൽ സെൽസ് ഡീജനറേറ്റ് ചെയ്ത് പോയി. സൈനഡിഡ്സോ പോയി. ന്യൂസെല്ലസ് എന്താണ്? പെരിസ്പെർം ആയിട്ട് മാറുന്നുണ്ട്. ഹൈലം പിന്നെ സ്കാർ എന്ന് പറഞ്ഞ റീസൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെന്നില്ല, പക്ഷെ ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഇവരൊക്കെയാണ് പ്രീ ഫെർട്ടിലൈസേഷൻ പോസ്റ്റിലേക്ക് മാറുന്ന ആളുകളാണ്, ഇത് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ആളുകളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി നോക്ക്, പെരിസ്പെർം, പെരികാർപ്പ് നമ്മൾ കണ്ട ടേം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പെരിസ്പെർം എന്ന് പറയുമ്പോൾ റെസിഡ്യൂവൽ ന്യൂസെല്ലസ് വിച്ച് പെർസിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ന്യൂസെല്ലസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സം സീഡ്സ് സച്ച് ആസ് വീറ്റ്, അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ എന്നൊക്കെ നമുക്ക് കാണാം. പെരികാർപ്പ് എന്ന് പറയുമ്പോൾ പുറമേയുള്ള അല്ലേ, ദ ripened wall of a fruit which develops from the wall of an ovary. which develops from എവിടുന്നാണ് മക്കളെ? ഓവറിയുടെ വോളിൽ നിന്നല്ലേ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ പെരികാർപ്പ് എന്ന് പറയുമ്പോൾ കാർപ്പ് ഓവറേറ്റ് കാർപ്പേഴ്സ് നമുക്ക് നമ്മൾ പറഞ്ഞല്ലേ, ഓവറേറ്റ് റിലേറ്റഡ് ആണ്. അപ്പോ ഇറ്റ് ഈസ് എ ripened wall of a fruit which develops from the wall of an ovary. ക്ലിയർ? ഇനി പെരിസ്പെർമിന്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ റെസിഡ്യൂവൽ ന്യൂസെല്ലസ് വിച്ച് എന്താണ് പെർസിസ്റ്റ് ആയി നിൽക്കുന്നതാണ്. ഇറ്റ് പ്രസന്റ് ഇൻ സം സീഡ്സ് ഓഫ് ബീറ്റ്, അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പറിലൊക്കെ കാണുന്നുണ്ട്. ക്ലിയർ അല്ലേടാ? റെഡി? ഒന്ന് പെട്ടെന്ന് നോക്കണേ, ഇതൊക്കെ സിമ്പിൾ ആണ്. എംബ്രിയോ ഉണ്ട്, എൻഡോസ്പെർം ഉണ്ട്, പെരിസ്പെർം ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. ക്ലിയർ? ഇതാണ് അതിന്റെ കണ്ടീഷൻ വരിക. ടെസ്റ്റ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ പെരിസ്പെർം ഉണ്ട്, എൻഡോസ്പെർം ഉണ്ട്, എംബ്രിയോ ഉണ്ട്. നമുക്ക് ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലടാ? റെഡി? ട്രൂ ഫ്രൂട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ്. ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ഈ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക്
പഠിക്കാം മക്കളെ. റെഡി 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 റെഡി. നോക്കാം. It is a fruit that is formed from the fertilized ovary of flower and ovules get transformed into seed. അതായത് എല്ലാ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ് നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും മക്കളെ? ട്രൂ ഫ്രൂട്ട് എന്ന് നമുക്ക് വിളിക്കാം. റെഡി. അതിൽ കേസ് ഓഫ് മാംഗോ, ഗ്രേപ്സിന്റെ ഒക്കെ കേസ് നമുക്ക് പറയാം. ട്രൂ ഫ്രൂട്ട് ഇറ്റ്സ് എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവറി ഓഫ് ഫ്ലവർ ആൻഡ് ഓവ്യൂൾസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻടു സീഡ്സ്. സീഡ്സ് ആയിട്ട് മാറുന്ന അതിനെ നമ്മൾ എന്ത് പറയാ? ട്രൂ ഫ്രൂട്ട് എന്ന് പറയാം. അപ്പൊ ട്രൂ ഫ്രൂട്ടിന്റെ കേസിൽ നമുക്ക് ആരുടെ കേസ് എടുത്ത് പറയാൻ പറ്റും? മാംഗോ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. ക്ലിയർ? എനി ഓഫ് ഫോർ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് അറൈവ്സ് ഫ്രം അതർ ഫ്ലോറൽ പാർട്സ് അതർ ദാൻ ഓവറി. ഓവറി അല്ലാത്ത അതർ ഫ്ലോറൽ പാർട്സ്. അതായത് സ്ട്രോബെറിന്റെ കേസില്, പൈനാപ്പിളിന്റെ കേസില് ഇതിനൊക്കെ എന്താ പറയും? ഫോൾസ് ഫ്രൂട്ട് എന്ന് നമ്മൾ പറയും. അതായത് ഫോർമേഷൻ ഓഫ് എന്താണ്? അറൈസ് ഫ്രം അതർ ഫ്ലോറൽ പാർട്സ് ഓഫ് ദി അതർ ദാൻ ഓവറി. ഓവറി അല്ലാതെ മറ്റുള്ള ഫ്ലോറൽ പാർട്സ് ഡെവലപ്പ് ചെയ്ത ആളുകളാണ് ഫോൾസ് ഫ്രൂട്ട് നമ്മൾ പറയാം. സ്ട്രോബെറി ഇടാ, പിന്നെ പൈനാപ്പിൾ മെയിൻ ആയിട്ട് പറയാം. റെഡി. സ്ട്രോബെറി ഉണ്ട്, പാർത്തനോകാർപ്പി. ഇത് ശ്രദ്ധിച്ചോ. എന്താണ് പാർത്തനോകാർപ്പി? പാർത്തനോകാർപ്പി എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഉണ്ടാവുന്നത്. കേട്ടിട്ടില്ലേ? എന്നാ നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് എന്താണടാ? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ is known as parthenocarpic fruit. The fruit resembles a normally producing fruit, but അതിനെന്താണ്? സീഡ്ലെസ് ആണ്. സീഡ്ലെസ് ആയിട്ടുള്ള ആരായിരുന്നു കണ്ടത്? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും പേര്? വെറൈറ്റീസ് ഓഫ് പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിളിന്റെ വെറൈറ്റീസ് പറയാം. ബനാന പറയാം. ചില കുക്കുംബർ വെറൈറ്റി ആണ്. ഗ്രേപ്പ്, ചില ഗ്രേപ്പ്, ഓറഞ്ച് ഇതൊക്കെ ചിലതാണ്. ഗ്രേപ്പ് ഫ്രൂട്ട്, പെർസിമോൺ, പിന്നെ ബ്രെഡ് ഫ്രൂട്ട് ഇതൊക്കെ ചിലതില് എന്താണ് മക്കളെ? പാർത്തനോകാർപ്പിക് ആയിട്ട് ആണ്. സീഡ്ലെസ് ആയിരിക്കും. അവ സീഡ് ഉണ്ടാവുന്നില്ല പ്രോപ്പർ ആയിട്ട്. പക്ക കാര്യങ്ങളിൽ ആണ് നമ്മൾ എന്താണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. പാർത്തനോകാർപ്പിയാണ്. റെഡി? ക്ലിയർ അല്ലടാ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതാണ് നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ. നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് സം സീഡ്സ്. ഫോൾസ് ഫ്രൂട്ട്, ആപ്പിളിന്റെ, സ്ട്രോബെറിന്റെ ഒക്കെ കേസ് നോക്കാം. നിങ്ങൾ ആപ്പിളിന്റെ കേസ് നോക്ക്. സ്ട്രോബെറിന്റെ കേസ് നോക്കും നിങ്ങൾ. ഇതാണ് നമ്മുടെ സീഡ്സിന്റെ സ്ട്രക്ചേഴ്സ് കേട്ടോ. ഉണ്ടോ? ചില സീഡ്സ് മോണോക്കോട്ടിനും ഡൈക്കോട്ടൊക്കെ സ്ട്രക്ചർ ഇതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് വരയ്ക്കാനൊക്കെ ഉണ്ട് എക്സാമിന്. എക്സിക്യൂട്ടറിലെ ശ്രദ്ധിച്ചോളാം. ഇയാളെ ശ്രദ്ധിച്ചോ. കോളറൈസ് അറിയാം, പെരികാർപ്പ് അറിയാം, സീലോപ്റ്റൈൽ അറിയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആളുകൾ. ക്ലിയർ? ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റിൽ അടാ? പറയാത്തൊന്നുമില്ലല്ലോ. റെഡി. ഇനി എപ്പോമിസിസ്. എപ്പോമിക്സിസ് എന്ന് നമുക്ക് പറയാം. എപ്പോമിക്സിസ് എന്താണ്? എപ്പോമിക്സിസ് അതെന്താണ് മക്കളെ? റെഫേഴ്സ് ടു എ ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിത്തൗട്ട് സെക്ഷൽ ഫ്യൂഷൻ. ഡെവലപ്മെന്റ് ഓഫ് എന്ത്? സീഡ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിത്തൗട്ട് എന്താണ്? സെക്ഷൽ ഫ്യൂഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്ന സീഡ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ എന്താ പറയുക? സീഡ്ലെസ് ആണ്. ഓക്കെ. ഇവിടെ അപ്പോമിസിസിന്റെ എംബ്രിയോ ഡെവലപ്സ് വിത്തൗട്ട് ദ ഫെർട്ടിലൈസേഷൻ. എംബ്രിയോ ഡെവലപ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. Thus, apomisis is an asexual means of reproduction. അത് എന്താണ് മക്കളെ? ഒരു asexual means of reproduction ആണ് അപ്പോമിസിസ് എന്ന് നമ്മൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആയിട്ട് പറയാം. റെഡി? പോളി എംബ്രിയോണി. അടുത്ത കണ്ടീഷൻ ആണ് പോളി എംബ്രിയോണി. ഇത് രണ്ട് ശ്രദ്ധിച്ചോളെ. അപ്പോമിസിസും പോളി എംബ്രിയോണിയും ആ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോളി എംബ്രിയോണി is a phenomenon of two or more embryos developing from a single fertilized egg. നോക്ക്, two or more phenomena of two or more embryos developed from a single fertilized egg. ഒരു സിംഗിൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ടു ഓർ മോർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പോളി എംബ്രിയോ. പോളി എംബ്രിയോണി occurs regularly in many plants and animals. അതായത് പാരസ്റ്റിലോയിഡ് ഇൻസെക്ട്സിലൊക്കെ മെയിൻ ആയിട്ട് കാണാൻ പറ്റും. ഹ്യൂമൻസ് ഐഡന്റിക്കോട്ടൻസ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കറിയാം. ഹ്യൂമൻസിന്റെ കേസിലാണ് പറയുന്നത്. പ്ലാന്റ്സിന്റെ കേസിൽ അത് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. റെഡി? Discovered by Leeuwenhoek. Leeuwenhoek ആണ് നമ്മൾ ഡിസ്കവർ ചെയ്തത് in 1976 in Citrus aurantium. aurantium എന്ന് പറഞ്ഞ സ്പീഷീസിലെ coined by എന്താണ് ബ്രൗൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കോയിൻ ചെയ്തു. മെയിൻ ഒബ്സർവ്ഡ് ഇൻ ജിംനോസ്പെർം ദാൻ ആൻജിയോസ്പെർം. മെയിൻ ഒബ്സർവ്ഡ് ഇൻ ജിംനോസ്പെർമിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയുന്നത്. നോക്കാം.
ഇതൊരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാം. മെച്യൂർ എംബ്രിയോ സാക്ക്, പിന്നെ ഡെവലപ്മെന്റ് ആയിട്ട് മോണോ എംബ്രിയോണിക് സീഡ് ഫോർമേഷൻ, മോണോ എംബ്രിയോണിക് സീഡ് ജെർമിനേഷൻ, ഈ കാര്യങ്ങൾ നിങ്ങൾ അത് പോളി എംബ്രിയോണി ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ട്വിൻസ് ഫോം ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് വേണ്ട പറഞ്ഞതാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് സെഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ചാപ്റ്ററിൽ ഏകദേശം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ വരെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. പിന്നെ അപ്പോമിക്സും പോളി എംബ്രിയോണി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തോ, ഇതൊന്നും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. പോളി എംബ്രിയോണി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഫ്രം എ സിംഗിൾ ഫെർട്ടിലൈസ്ഡ് എഗ്. നമ്മൾ പഠിച്ചു ഇത് asexual reproduction in which seeds develop without fertilization. Asexually, ready? One zygote, many embryo ആണ് ഇതിന്റെ കണ്ടീഷൻ. The no zygote produced ആണ്. Seedling identical as from a single zygote but as clones of the parent. Parent clones പോലെ ആയിട്ട് മാറും. Seedling genetically identical and also clones parent plant. Asteraceae, grasses members-ലൊക്കെ കാണുന്നുണ്ട്, സൂര്യകാന്തിയിലൊക്കെ കാണുന്നുണ്ട്, മാംഗോ, സിട്രസിന്റെ ഓണിയനിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. പോളിഎംബ്രിയോണിക് കണ്ടീഷൻ. മാംഗോയിൽ നമ്മൾ അങ്ങനെ പറയില്ല, എന്നാലും ഒണിയനിന്റെ കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം മക്കളെ. ഫൈനലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇതിന്റെ ഫങ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എന്താണ് ഫസ്റ്റ് പ്രോസസ് മക്കളെ? നമ്മുടെ എന്താണ് പോളൻ ഈസ് ട്രാൻസ്ഫർ, അതായത് സീഡ്സ് ഡിസ്പേർഡ് ആൻഡ് ജെർമിനേഷൻ ടു ന്യൂ പ്ലാന്റ്. അതൊന്നും എത്തിയിട്ടില്ല. പോളൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് നേരെ നേരെ പൂവിലേക്ക് പോയിട്ട് ഫ്ലവറിലേക്ക് പോയിട്ട് അതിന്റെ എന്താ പറയാ സ്റ്റിഗ്മയിലൂടെ ബുഷസിൽ സ്റ്റിഗ്മേന്റെ ബ്രഷസിൽ അതിങ്ങനെ പറ്റിപ്പിടിച്ച് നേരെ താഴോട്ടേക്ക് ഓവറിലേക്ക് പോയി ഓവറിലേക്ക് പോയി ഫെർട്ടിലൈസ് ആണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫ്ലവർ വിത്ത് പിന്നെ ഫ്ലവർ അത് ബഡ് ആയിട്ട് മാറി. സീഡ് ഡെവലപ്മെന്റിന് ഓവറി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബഡ് ആകുന്നതിന് മുമ്പ് സീഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഗൈനീഷ് ആണ്. ഇത് ഇങ്ങനെ ബഡ് ആയിട്ടില്ല, ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ എൻക്ലോസ് ചെയ്താലേ ബഡ് ആവുള്ളൂ. ഇനി സീഡ് ഡെവലപ്സ് ഇൻടു ഓവറി ഡെവലപ്പ് ചെയ്ത് പിന്നീട് സീഡ് ഡിസ്പേഴ്സ് ആൻഡ് ജെർമിനേറ്റ് ടു ന്യൂ പ്ലാന്റ്. അത് ബഡായി പിന്നെ താഴേക്ക് കൊഴിഞ്ഞു വീണ് പുതിയൊരു പ്ലാന്റ് ആയി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ബഡിൽ ഐ മീൻ എന്ന് പറയുന്ന പ്ലാന്റ് ആയിട്ട് മാറുന്നെന്ന് അർത്ഥം. ക്ലിയർ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ പറഞ്ഞത്. ക്ലിയർ ഉള്ള കോൺസെപ്റ്റ് ഏകദേശം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചാപ്റ്ററിൽ മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന സെഗ്മെന്റ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ നല്ല രീതിയിൽ നിങ്ങൾ എഴുതണം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, താങ്ക് യു.